So once again, welcome back to Kerala Creators Cricket League Season 1, powered by Lumina Technolab, co-powered by IAM Technologies or IAM Studies. So going on to the match number 2, which is between Cricket Shack Thrissur and Kochi Legends. Again, the captains are ready here. We have the umpire. So Sandeep from Kochi Legends and we have Charlie from Cricket Shack Thrissur. Gentlemen, welcome. Let's get it started. So, tails it is. So, Charlie, last time you have chose for? Batting. We will again try to. So, this time also they are going to for batting itself. Let's see what the one Kochi Legends, Sandeep. What are your plans? ടോസ് കിട്ടിയാൽ നമ്മൾ അവരെ ബോളിങ്ങിലോട്ട് വിടാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ബാറ്റിംഗ് ഞങ്ങൾക്ക് ബാറ്റിംഗ് കിട്ടി, നമ്മൾ ഇനി ബോളിംഗ് ചെയ്തല്ലേ പറ്റുള്ളൂ. Okay, so they have chose for the bowling. That's the news from the center. And the creator or the Cricket Shack Thrissur has won the toss and chose for batting. Thank you. And there we start first ball. അത് വളരെ കൂടുതലാണ്. And that's a good leave and well kept. മലപ്പുറവും അതുപോലെ തന്നെ തൃശ്ശൂരും ആണ് പോരടിക്കുന്നത് ആദ്യ സീസണിൽ. ഇനിയും ടീമുകൾ ഉണ്ടാകട്ടെ, ഇനിയും വളരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയം. ജബിർ മുഹമ്മദ് തെരഞ്ഞു മാറിയ സലീലിനെയും അതുപോലെ തന്നെ ഫായിയുമാണ് നമ്മൾ കണ്ടത്. ആദ്യ 4 ഓവറുകൾ വളരെയധികം നിർണായകമായിരുന്നു. അതിനിടയിൽ ഒരു അപ്പീൽ കൃത്യമായി അവിടെ ഫീൽഡിൽ പതിക്കുന്നു. ആ പന്ത് ബാറ്റിലില്ല എങ്കിൽ ഉറപ്പാണ് അതൊരു വിക്കറ്റാണ്. അല്ലാത്ത പക്ഷം തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഹൈ ആണ്. ജാബിർ മുഹമ്മദ് കാസർഗോഡുകാരൻ പയ്യൻ തുടക്കമാണ്. ഫിസാറ്റാണ് ഈ വലിയ ടൂർണമെന്റിന് വേദിയാകുന്നത്. Just placing that ball. ബോക്സിൽ സച്ചിൻ ബേബി ഉണ്ട്. Drives it off. And point in. ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്നും ഒരുപാട് ആളുകളെ ലെതർ ബോൾ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച മല്ലു ക്രിക്കറ്റർ എന്ന ചാനലിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു ലൈവ് കാണുന്നത്. കണ്ടതാണ് ഫൈനലിൽ. മത്സരം തോറ്റെങ്കിലും ഷാരിഖിന്റെ ആ ഓവറുകൾ എന്നും ഓർമ്മയിലുണ്ട്. അതുപോലൊരു ഓവർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് ബോൾ കളിച്ച് പരിചയമുള്ള ഒരു താരം തന്നെയാണ് മുഹമ്മദ് ഷാരിഖ്. അദ്ദേഹം കമ്മിറ്റ്മെന്റ് നമ്മൾ ഓർക്കണം. ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രിയിൽ ബസ്സിൽ ട്രാവൽ ചെയ്ത് വന്ന് ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, റെസ്റ്റ് പോലും ഇല്ലാതെ. മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ടീമിനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു KCC ഈ ഒരു മാച്ചിനെ അദ്ദേഹം രണ്ടാം മത്സരം കളിക്കുമ്പോൾ ഈ മത്സര വിജയം ഉറപ്പിച്ചാൽ മാത്രമാണ് ടൂർണമെന്റിൽ ഫൈനൽ എന്ന ഒരു സ്വപ്നം കാണുവാൻ സാധിക്കുകയുള്ളൂ. ദീപക്, ഇതാണ് ഞാൻ പറഞ്ഞത്. മികച്ച പേസിൽ പന്ത് വന്നാൽ അതിലും മികച്ച രീതിയിൽ പ്രഹരിക്കാൻ ഏറ്റവും കെൽപ്പുള്ള ചേസ് ചെയ്യാന്നുള്ളത്. സഡൻ വിക്കറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി വാളും. ആ ഒരു സാഹചര്യത്തിലാണ് മനോഹരമായിട്ട് വളരെ കുറച്ച് പ്രാക്ടീസുകൾ മാത്രം ചെയ്തിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹം അവിടെ കളി നടത്തിയത്. ബ്യൂട്ടിഫുൾ ഷോട്ട്. ഒരു ഡിഫറെന്റ് ആംഗിളിലായിരിക്കാം. അപ്പോൾ LBW അല്ലെങ്കിൽ നോ ബോളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാമറയിൽ കണ്ട് പറയാൻ വേണ്ടിയിട്ട്. സോ അമ്പേഴ്സ് നല്ല ഡിസിഷൻ തന്നെയാണ് അവിടെ നിന്ന് എടുക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ വിക്കറ്റിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധ്യമാകും. ആ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം അമ്പയറിലെ മോശം ഡിസിഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ മനോഹരമായിട്ട് തന്നെയാണ് അവർ നയിക്കുന്നത്. ജാബിർ മുഹമ്മദ് തുടരുന്നു. ബ്യൂട്ടി ബോൾ ഫ്രം ജാബിർ മുഹമ്മദ്. ഫേസ് ചെയ്ത ചെറിയ ക്ഷീണത്തിൽ ജ്യൂസ് കുടിക്കാൻ പോയി ജോമോൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ജോമോനെ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇതാ സന്തോഷ വാർത്ത. അദ്ദേഹം ജോയിൻ ചെയ്യുന്നു കമന്ററി ബോക്സിൽ എന്നോടൊപ്പം. ജോമോൻ, വെൽക്കം ബാക്ക്. Thank you guys. So third over in progress. And will that ends up in a bound? 12-13 ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളത്. അതൊരു ടോപ്പ് ക്ലാസ് ഷോട്ട് ആയിരുന്നു. ദീപക് മത്സരത്തെ കമന്ററി ബോക്സിൽ എന്താണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല.
ഇപ്പോൾ ഉള്ളത് കമന്ററി ബോക്സിൽ ഗോകുലും മോസനുമാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് എ ഗുഡ് പുഷ് ഫോർവേഡ്. മികച്ച ഒരു നമ്മൾ കണ്ടതാണ്. അതൊരു വലിയ തീരുമാനം. ജസ്റ്റ് പുഷ് ഫോർവേഡ്. പുറകോട്ട് 20 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. വീണ്ടും പുഷ് ചെയ്യുന്നു. ബാറ്ററോട് അനുകൂലിക്കാതെ രക്ഷയില്ല അമ്പയർസിന്. വീണ്ടും ഒരു അവസരം സൃഷ്ടിക്കുന്നു. ഐ ആം സൂപ്പർ ഹീറോ. ഇത്തവണ 2 ഫീൽഡർമാരുടെ ഇടയിലൂടെ പന്ത് കടത്തിൽ 18. ഗുഡ് കം ബാക്ക്. ആക്ച്വലി ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ച് എടുക്കണം. ഇപ്പോൾ തന്നെ സൂപ്പർ ഹീറോ മികച്ച രീതിയിൽ പന്ത് ചെയ്യുന്നത്. അവിടെ ഒരു പന്ത് താഴ്ന്നു, ഒരു പന്ത് കുറച്ചധികം ക്യാരിയിൽ വരികയാണെങ്കിൽ ഗതി മാറ്റിയത് അവർ തന്നെയാണ്. ഒരു അനാവശ്യമായ ഓട്ടത്തിലൂടെ റൺഔട്ടിലൂടെ ഗോവിന്ദ് ഔട്ടായില്ലായിരുന്നെങ്കിൽ 14 പന്തിൽ 30 റൺസ് അടിച്ചിരുന്ന ബാറ്ററാണ്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വിക്കറ്റുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു 10 ബോൾ കളിച്ച ഔട്ടാവില്ല എന്ന് വിചാരിച്ച ബാറ്ററെ ഒരിക്കലും നമുക്ക് അവിടെ ഔട്ടാകാൻ സാധിക്കില്ല. ദാറ്റ്സ് എ ഹ്യൂജ് മിസ്. ഇത് ഗെയിമിൽ ഗ്രൗണ്ടിൽ നമ്മൾ കളി നടത്തുക അല്ലെങ്കിൽ കളിക്കുക എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും വലിയ വെയിലത്താണ് നമ്മൾ ഈ ഒരു കളി കാണുന്നത്. ഓവറിന്റെ മറ്റൊരു മികച്ച പോരാട്ടം. വീണ്ടും ദീപക് ഇത്തവണ. സോ വിക്കറ്റുകൾ ഇനി ക്യാച്ച് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. Here comes again a miss here. Back to back chances കിട്ടിയിട്ടും ദീപക്. And now if you see, that's another good single. Well struck. Fielder there. Thank you so much, IAM Studies. മറ്റൊരു മികച്ച പന്തെറിഞ്ഞ് മാറുന്നു വിളിച്ചെടുത്ത് മലപ്പുറം ടൈറ്റൻസ്. അവർ കാണിച്ച ബുദ്ധി അതൊരു കുറേ ബുദ്ധി തന്നെയാണ്. കാരണം ക്രിക്കറ്റിന് വേണ്ടത് 11 പേരുടെ വലിയ ശ്രമങ്ങളാണ്. And that's it. Glorious strike. അതൊരു വൈഡിൽ കലാശിക്കുന്നു. ഇത് പറയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും മികച്ചൊരു ഷോട്ട്, മികച്ചൊരു അവസരം. കളിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ കിട്ടും. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ്. എന്തൊരു കാര്യത്തിൻ്റെയും തുടക്കം ലേഖ വെച്ച് തുടങ്ങിയത് 52 പേരായിരുന്നെങ്കിൽ നാളെ അത് 100-ൽ പരം ആളുകളുമായി വലിയൊരു സംരംഭമായി തുടങ്ങുന്നത് ഉറപ്പാണ്. ഓൺട്രപ്രനേഴ്സ് CCF കേരള ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ ഒന്നായിരിക്കുന്നത് തീർച്ചയാണ്. ഏകദേശം 2 മാസത്തോളമുള്ള പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകുള്ള വർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ. വീണ്ടും ദീപക്. സ്കോർ ഒന്ന് നോക്കിയാൽ നല്ലത്. ദീപക് 35 റൺസുമായാണ് ബാറ്റ്. ഈ കേരളത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യമാകുന്ന കാറ്റഗറിയിലുള്ള 4 താരങ്ങൾ തന്നെയാണ് ഇവിടെ ഐക്കൺസ് ആയിട്ടുള്ളത്. സായി കൃഷ്ണൻ, സീക്രട്ട് ഏജന്റ്. സോ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കാറ്റഗറികൾ പലതാണ്. ഗെയിമിംഗ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഉറപ്പാണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഒരു 100-120 റൺസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹരിരാജിൻ്റെ ഒരു തീപ്പൊരി ഫിനിഷിംഗ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും. ഹരിരാജിൻ്റെ പേര് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മലപ്പുറം ടൈറ്റൻസിന് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിച്ചത് ആ ഒരു വിക്കറ്റിലാണ്. ഒരിക്കൽ കൂടി ഉയർത്തിയടിക്കുന്നു. ഇനി മാനം മാത്രം കാണുകയുള്ളൂ, ഫീൽഡർമാർ പന്ത് കാണില്ല. അവർ തന്ത്രം മെനഞ്ഞു. അടുത്ത കളിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. വീണ്ടും അവസരങ്ങൾ ഇടതടവില്ലാതെ വരുന്നുണ്ട്. വെൽ പ്ലേഡ്. ടീമിന്റെ സന്തുലിതാവസ്ഥയാണ് അവിടെയാണ് RCBക്ക് നല്ല ഗുണം ചെയ്തത്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം മത്സരം തോക്കാൻ കാരണം അവിടെ മാരി വർഷപ്പെട്ട ഒരു വിക്കറ്റ് എന്റെ ലൈവിൽ ക്രിക്കറ്റുകളിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല.
പൊട്ടലല്ല, ഉരുൾപൊട്ടലാണ്. പക്ഷെ തമിഴന്മാരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തായാലും ആ ഒരു കമന്റ് ഈ ടൂർണമെന്റിനെ അവതാളത്തിലാക്കുവാൻ ഒരുവൻ വന്നിറങ്ങിയിട്ടുണ്ട്. പയ്യൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ദീപക് എന്നാണ്. 52 റൺസ് 34 പന്തിൽ 4 ബൗണ്ടറി 5 സിക്സ്. ടൂർണമെന്റിലെ ആദ്യ ഫിഫ്ത് ടൂർണമെന്റിന്റെ ചാമ്പ്യന്മാർ. എന്തായാലും മലപ്പുറം കപ്പടിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാഴ്ചയാണ്. ദീപക് ചോർന്നുപോയ ആവേശം തിരിച്ചു കൊണ്ടുവന്ന ഈ കളിയിൽ ഒരു വലിയ വ്യത്യാസം സൃഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇതാ കരക്കടിപ്പിക്കുകയാണ് ക്രിക്കറ്റ് ഷാക്ക് തൃശ്ശൂരിന് വേണ്ടി. കളി തുടരുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം കൺസീഡ് ചെയ്തുവെങ്കിൽ കൂടി കളി തിരിച്ചു വരുന്ന കാഴ്ച. എയറിലാണ് പന്ത്, പക്ഷേ പുറത്താണ് പന്ത്. വിജയവഴിയിൽ തിരിച്ചു വരാനുള്ള അവസരം. ഇതിങ്ങനെ പോയാൽ കാരണം ക്യാച്ചുകൾ വിട്ടത് തന്നെയാണ്. നല്ലൊരു കണക്ഷൻ, ഗ്യാപ്പ് കണ്ടെത്തുന്നു. പേസിന് 11ാമത്തെ ഓവറിന്റെ പുരോഗമനം ഇത്തവണ ഔട്ട്സൈഡ് എഡ്ജിൽ കൊണ്ടുകൊണ്ട് ആ പന്ത് ഡീപ് തേർഡിലേക്ക് നീങ്ങുന്ന കാഴ്ച. പോരാട്ടം കനക്കുകയാണ്. അതാ അവിടെ മറ്റൊരു മികച്ച ഷോട്ട്, മറ്റൊരു ബൗണ്ടറി. ഓവർ എക്സ്പെൻസീവായി മാറുന്ന കാഴ്ച. മുഹമ്മദ് ഷാരി ഇനി അറ്റാക്ക് ചെയ്ത് തുടങ്ങാം. നല്ല ബാറ്റ്സ്മാൻമാർ ഇനിയും വരാനുണ്ട്. അതാണ് ഈ ഒരു ഗെയിമിലെ ക്വാളിറ്റി. ഗെയിമൊന്നും കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയപ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് കളിച്ച് പിന്നീട് മനോഹരമായിട്ടൊരു കമ്പാക്ക് നമുക്ക് നടത്തുന്നതാണ്. വീണ്ടും ഒരു 4 ദീപക് ബാറ്റ്. വേഗം റൺസ് കണ്ടെത്താൻ സാധിക്കുമോ അത്രയും വേഗം റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ്. വീണ്ടും ദീപകിന്റെ ബാറ്റിൽ നിന്നും ബാക്ക് ടു ബാക്ക് ബൗണ്ടറീസ് അഗൈൻസ്റ്റ് ഷാരിഖ്. വളരെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റിനെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ബെറ്റർ കമന്ററി ദാൻ IPL ഇൻ ബിറ്റ്വീൻ. താങ്ക് യു. ഞാനും ഗോകുലുമാണ്. മുഹസിൻ ആൻഡ് ഗോകുൽ ഹിയർ ഇൻ ദ കോംബോക്സ്. ഒരു കോംബോ ആയി തൊട്ട് രണ്ടാമത്തോട് ദീപകടൻ പുള്ളിയുടെ ഫോം കണ്ടെത്തുന്നുണ്ട്. സ്വന്തം ടീമിനെ കുറിച്ച് ബിച്ചുവിന്റെ കാഴ്ചപ്പാടെന്താണ്? ആക്ച്വലി ആദ്യത്തെ കളി ഞങ്ങൾ ആ ഒരു ടച്ച് കിട്ടാത്തതിന്റെ ബേസിലാണ് പോയത്. ഇൻ ബിറ്റ്വീൻ എ 4. Other things are going good. Shot fire again, but that's a ball. Jinnah Behan. Jinnah with full toss ball to start from Jin against Hari. Slowly. Hariraj is waiting for that. Some annoying. Shot again played from Hari. That's Sonaya. And that full toss ball. And again, that's my boy. Gone. Shot played again. On air. Catch will be the call. But safely landed to in for Mallu. Goes back to the crease. Stepped out for a shot. Thick edge to the backside. In between the gap. And Sharik chasing the ball. But unfortunately touching. Shot again played. പട്ടിയും എടുക്കാം, കുട്ടിയും എടുക്കാം, പന്തിനും എടുക്കുന്നവൻ ദീപക്. It's simple and powerful and footy.
Oh, that's a miss. Perfectly bowled from I Am Superhero. Short played. Ottakara total. Stepped out for shot. That's a massive one. You're a more. 119 runs, 181 on the board. Shot! Again and again. What a shot. ആശ്വാസമായി ദീപകിന്റെ ബാറ്റിൽ നിന്നും കുറച്ച്. Shot again. That's another shot from Deepak. കൂടെ വിടുന്ന കിളിയോട് കാട് വിടുന്ന. 189 on board. 1 ball to go. That's a miss again. And keeping it so simple, and he need to whack back. Short play to the backside. That's a miss. Short played again. A good save. Excellent save there. Making it for 2 runs, of course. And Charlie with short leg. I think that's way outside. That's a wide signal call from the center. It's shot again, play down the ground. That will be a single. Is too much tried. No, making it 2. Oh my God. ഗ്രൗണ്ടിൽ ഒരുത്തൻ പോലും കൈയടിക്കാതെ സ്വീകരിക്കരുതെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യാണ്. What an innings from Deepak. It's 1-2. Charlie was trying to score the ball, but unfortunately short played straight down the ground, called it for single, moving for 2, and it will be comfortably 2 runs. 197 runs and 198 runs to win the match. It's completely a one-man game from Deepak, and it's 197 and 198 runs to win the match from 18 overs. Stay tuned for the second innings, and we'll have some session from Deepak.